ഭാര്യയോട് പറഞ്ഞു, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. അവൾ പറഞ്ഞു, നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്നും ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. ഓറായ്ക്കും എസ്താവോലിനും മധ്യയുള്ള മഹനോദിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ. 1-ാം ചോദ്യം, ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്തപ്പോൾ അവിടുന്ന് എത്ര വർഷത്തേക്കാണ് ഫിലിസ്ത്യരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചത്? ഉത്തരം, 40 വർഷം. 2-ാം ചോദ്യം, ദേവപുരുഷൻ അടുക്കലേക്ക് വീണ്ടും വരാനായി കർത്താവിനോട് പ്രാർത്ഥിച്ചതാര്? ഉത്തരം, മനോവ. 3-ാം ചോദ്യം, ബാലൻ്റെ ജീവിതചര്യം എങ്ങനെയായിരിക്കണം, അവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദേവദൂതനോട് ചോദിച്ചതാര്? ഉത്തരം, മനോവ. 4-ാം ചോദ്യം, നീ പിടിച്ചു നിർത്തിയാലും നീ പാകം ചെയ്ത ഭക്ഷണം ഞാൻ കഴിക്കുകയില്ലെന്ന് മനോവയോട് പറഞ്ഞതാര്? ഉത്തരം, കർത്താവിൻ്റെ ദൂതൻ. 5-ാം ചോദ്യം, എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നതെന്തിന് എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം, ദേവദൂതൻ മനോവയോട്. 6-ാം ചോദ്യം, എപ്പോഴാണ് അവൻ കർത്താവിൻ്റെ ദൂതനാണെന്ന് മനോവയ്ക്ക് വ്യക്തമായത്? ഉത്തരം, അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയപ്പോൾ. 7-ാം ചോദ്യം, വന്ധ്യയും മക്കളില്ലാത്തവളുമായിരുന്ന മനോവയുടെ ഭാര്യയ്ക്ക് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന വാഗ്ദാനം എന്ത്? ഉത്തരം, ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. 8-ാം ചോദ്യം, മനോവയുടെ ഭാര്യ ജന്മം നൽകുന്ന പുത്രൻ ജനനം മുതൽ ദൈവത്തിന് എങ്ങനെയുള്ളവനായിരിക്കണമെന്നാണ് കർത്താവിൻ്റെ ദൂതൻ വ്യക്തമാക്കുന്നത്? ഉത്തരം, നാസീർവ്രതക്കാരൻ. 9-ാം ചോദ്യം, ഫിലിസ്തീയരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും എന്ന് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം, മനോവയുടെ മകൻ സാംസനെക്കുറിച്ച്. 10-ാം ചോദ്യം, സാംസന്റെ പിതാവായ മനോവയുടെ ഗോത്രമേത്? ഉത്തരം, ദാൻ ഗോത്രം.